പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഫോക്കസ് ഏരിയയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കിൾസ് എന്ന അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ 4 പോയിന്റ്സ് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് വീണ്ടും അടുത്ത 4 പോയിന്റ്സ് ആണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അതിനെ സംബന്ധിക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാം നമുക്ക്. അപ്പോൾ കുറെ കുട്ടികൾ ചോദിച്ച ഒരു കാര്യമുണ്ട്, പോർഷൻസ് ഒന്നും ഒഴിവാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടുമോ, A+ കിട്ടുമോ എന്നൊക്കെ. നമുക്ക് പോർഷൻസ് ഒഴിവാക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ മാത്തമാറ്റിക്സിന്റെ ബേസിക് ഐഡിയാസ്, പ്രാഥമിക പാഠങ്ങൾ പ്രധാനമായും പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ സമയം 10ാം ക്ലാസ്സിലെ പോർഷൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെയായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് വളരെ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാ പോർഷൻസിലും കൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ കൊറോണ എന്ന് പറയുന്നതും കോവിഡ് എന്ന് പറയുന്നതും മഹാമാരികളൊക്കെ ഈ 1 വർഷം കൊണ്ട് അതിനെയൊക്കെ മനുഷ്യൻ തോൽപ്പിക്കും, നമ്മൾ വിജയിക്കും. അപ്പൊ പക്ഷേ അടുത്ത വർഷം പഠനത്തില് നമുക്ക് പിന്നിലോട്ട് പോകാൻ പാടില്ല. അടുത്ത വർഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു പോകണം. അതുകൊണ്ട് നമ്മൾ എല്ലാ അധ്യായങ്ങളിലേക്കും കൂടെ കടന്നു പോകണം, നിർബന്ധമായിട്ട് കടന്നു പോകണം. ഒരു ചാപ്റ്റർ ഒഴിവാക്കിയിട്ട് മറ്റൊരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓൾ ചാപ്റ്റേഴ്സ് ആർ കോറിലേറ്റഡ്. അധ്യായങ്ങളെല്ലാം പരസ്പരം ബന്ധമുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ടതായിട്ടുള്ള പോയിന്റ്സ് നമ്മൾക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് പഠിക്കാം. അത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിയാകില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ കിട്ടേണ്ടവർക്ക് ഫോക്കസ് ഏരിയ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ഏരിയ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മറ്റ് ഏരിയസിലും കൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ മഹാമാരിയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് എന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യം ഇല്ല. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ബി പോസിറ്റീവ്. എല്ലാവരും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക. നമുക്ക് ഇനി ഒരുപാട് ജയിക്കാനുണ്ട്, മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് പഠിച്ചു പോകാം. അതുകൊണ്ട് നമുക്ക് സർക്കിൾസിന്റെ അടുത്ത 3 പോയിന്റ്സിലേക്ക് കടക്കാം. ഒന്നാമത്തത്, 2 chords AB and CD intersecting inside the circle at P, then prove that PA into PB is equal to PC into PD. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള PA into PB is equal to PC square. Then 2 chords intersecting outside the circle at P, then PA into PB is equal to PC into PD. പിന്നെ ടാൻജൻസ് എന്ന അധ്യായം വന്നപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഒരു ടാൻജന്റ് PC-യും a chord AB extended to meet at an external point P, then PA into PB PC square. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു പോകുന്നത് കൊണ്ട് ഒരെണ്ണം പഠിക്കുമ്പോൾ തന്നെ മറ്റൊക്കെ കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നോക്കുക, 2 chords AB and CD intersecting inside the circle at P. 2 ഞാണുകൾ AB CD എന്നീ 2 ഞാണുകൾ വൃത്തത്തിനകത്തെ P എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. Then prove that PA into PB equals PC into PD. 2 കോഡ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് P ആണ്. അപ്പൊ അക്ഷരം മാറി Pക്ക് പകരം വേറൊരു അക്ഷരം വന്നാൽ നിങ്ങൾ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് തുടങ്ങി മുകളിലേക്ക് താഴത്തേക്ക് വായിച്ചാൽ മതി. ഇവിടെ M ആണെങ്കിൽ MA into MB is equal to MC into MD എന്ന് നിങ്ങൾ വായിക്കണം. എന്നിട്ട് അതിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ഇത് പ്രൂഫാണ്, ഇതൊന്ന് പ്രൂവ് ചെയ്യാം. അതായത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക, പ്രൂവ് ദാറ്റ് 2 chords AB and CD intersect inside the circle at P, then PA into PB is equal to PC into PD, and if PA is equal to 5 cm, PB is equal to 7 cm, PC is equal to 8, 5 into PD. അങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ ആദ്യം ഫസ്റ്റ് യു ഹാവ് ടു പ്രൂവ് that this one PA into PB is equal to PC into PD. So അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ADയും CBയും ജോയിൻ ചെയ്യാം. ജോയിൻ AD and BC. ഫിഗർ നമ്മൾ വരച്ചുണ്ടാക്കണേ. ഏതൊക്കെയുണ്ട് ഫിഗറിൽ? ഒരു സർക്കിള്, then 2 chords AB and CD വരച്ചുണ്ടാക്കണം. ഇന്റർസെക്ടിങ് ഇൻസൈഡ് ദ സർക്കിൾ അറ്റ് P, then join AD and BC. 2 ഞാണുകൾ ABCD അവ വൃത്തത്തിനകത്തെ P യിൽ ഖണ്ഡിക്കുന്നു. അപ്പൊ ജോയിൻ ചെയ്തപ്പോ 2 ത്രികോണങ്ങൾ കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? PAD and PCB. Consider
ട്രയാങ്കിൾ PAD ആൻഡ് ട്രയാങ്കിൾ PCB. PAD PCB എന്ന് പറയുന്ന രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുക. ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ നമുക്ക് ഇവ രണ്ടും സിമിലർ ട്രയാങ്കിൾസ്, സദൃശ ത്രികോണങ്ങളാണ് എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളുണ്ട്. എന്താണ്? വി ക്യാൻ ഇൻസ്ക്രൈബ് മെനി ആംഗിൾസ് ഇൻ ആൻ ആർക്ക്. ഒരു ചാപത്തിൽ അനേകം കോണുകൾ വരയ്ക്കാം. വി ക്യാൻ ഡ്രോ മെനി ആംഗിൾസ് ഇൻ ആൻ ആർക്ക്. ഒരു ചാപത്തിൽ, ഇപ്പോൾ ഇവിടെ ഒരു ചാപമാണ് ഇത്, ഏത്? DAB എന്ന് പറയുന്ന ഇത്രയുമുള്ള ഈ ചാപം. ആ ചാപത്തിലെ ഒരു കോണാണ് DAB എന്ന് പറയുന്ന ആംഗിൾ. DCB എന്ന് പറയുന്ന ആംഗിൾ. ഇനി DQB എന്ന് പറഞ്ഞ് ഇങ്ങനെ വരയ്ക്കാം. അപ്പോ ഈ ആർക്കില് നമുക്ക് അനേകം കോണുകൾ വരയ്ക്കാം. വി ക്യാൻ ഡ്രോ മെനി ആംഗിൾസ് ഇൻ ആൻ ആർക്ക്. അതിന്റെ പ്രോപ്പർട്ടി എന്താണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. ഒരേ ചാപത്തിലെ കോണുകളെല്ലാം തുല്യമാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അത് പഠിക്കുന്നുണ്ട്, പഠിച്ചു പോകണം. മനസ്സിലായില്ലേ? അപ്പൊ DABയും DCBയും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ആംഗിൾ DAB ഈസ് ഈക്വൽ ടു ആംഗിൾ DCB. ഈ രണ്ട് കോണുകളും തുല്യമാണ്. DABയും DCBയും തുല്യമാണ്. എന്തുകൊണ്ടാണ്? ഡിയിൽ ആരംഭിച്ച് ബിയിൽ അവസാനിക്കുന്ന ഒരേ ആർക്കിലുള്ള ഒരേ ചാപത്തിലുള്ള ആംഗിൾസ് എല്ലാം, കോണുകളെല്ലാം തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. ഒരേ ചാപത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. ഇനി ഇതുപോലെ തന്നെ ഈ ആംഗിളിന്റെ കാര്യം എന്ന് പറഞ്ഞ്, ഏത്? ഡി എന്ന് പറയുന്നത് ADC എന്ന് പറയുന്ന ആംഗിളും ABC എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ അല്ലേ? ADC എന്ന് പറയുന്നത് ഈ ADC എന്ന് പറയുന്ന ആർക്കിലെ ആംഗിളാണ്, ADC. അതുപോലെ തന്നെ ABC എന്ന് പറയുന്നതും ഇതേ ആർക്കിൽ തന്നെ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ്. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്, ഒരേ ചാപത്തിലെ കോണുകളാണ്. അതുകൊണ്ട് രണ്ടാമത് നമുക്ക് പറയാം, ആംഗിൾ ADCയും ആംഗിൾ ABCയും ഈക്വൽ ആണ്, തുല്യമാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കിട്ടി? ഈ ത്രികോണത്തിലെ ഈ കോൺ ഈ ത്രികോണത്തിലെ ഈ കോണിന് തുല്യമാണ്. ഈ ത്രികോണത്തിലെ D എന്ന കോൺ ഈ ത്രികോണത്തിലെ B എന്ന കോണിന് തുല്യമാണ്. മനസ്സിലായല്ലോ? ഇനി വേണമെങ്കിൽ ഇത് പറയാം കേട്ടോ. ഏത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. എതിർ കോണുകൾ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, വേണമെങ്കിൽ അത് പറയാം. നമുക്ക് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ തന്നെ AA സിമിലാരിറ്റി വെച്ച്, AA സദൃശ നിയമം അനുസരിച്ച് ത്രികോണങ്ങൾ സദൃശമാണ് എന്ന് പറയാം. തുല്യമല്ലാട്ടോ, കോൺഗ്രുവന്റ് അല്ലാട്ടോ, ഈക്വൽ അല്ലാട്ടോ, എന്താണ്? സദൃശമാണ് അല്ലെങ്കിൽ സിമിലർ ആണ്. അപ്പോൾ therefore ട്രയാങ്കിൾ PAD സിമിലർ ടു ട്രയാങ്കിൾ. ഇനി സിമിലർ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്ഷരങ്ങൾ തന്നെ പറയണം. Pക്ക് തുല്യം ഇതിലെ P തന്നെയാണ് അല്ലെ? ഈ ട്രയാങ്കിളിലെ Pക്ക് തുല്യം ഈ ട്രയാങ്കിളിലെ P തന്നെയാണ്. അപ്പോൾ P. അടുത്തത് Aക്ക് തുല്യം C ആണ്. Aക്ക് തുല്യം C ആണ്. Aക്ക് പകരം ഇവിടെ C ആണ് എഴുതുക. അതുപോലെ Dക്ക് തുല്യം B ആണ്. ഇവിടെ B എന്ന് എഴുതണം. ട്രയാങ്കിൾ PAD സിമിലർ ടു ട്രയാങ്കിൾ PCB. അതിന് റീസൺ എഴുതുക എന്താണ്? AA സിമിലാരിറ്റി അഥവാ AA സദൃശ നിയമം എഴുതാം. ഇവിടെ എന്ത് കാര്യം എഴുതുക? ഒരേ ചാപത്തിലെ കോണുകൾ തുല്യം, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം എന്നുള്ളത് ഇവിടെ എഴുതാം. അതുകൊണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയി. ഇഫ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രപ്പോർഷൻ. രണ്ട് ത്രികോണങ്ങൾ സദൃശമായാൽ അവയുടെ സമാന ഭാഗങ്ങൾ ആനുപാതികമാണ്. തുല്യമെന്നല്ല, ആനുപാതികമാണ്. ഈക്വൽ എന്നല്ല. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രപ്പോർഷൻ. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് ഏതൊക്കെയാ? PA by first two letters PA by PC is equal to first and third letter PD by ഇവിടെ ഫസ്റ്റ് ആൻഡ് തേർഡ് PB. കണ്ടോ? അതിനുവേണ്ടിയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്ഷരങ്ങൾ തന്നെ എഴുതണമെന്ന് പറഞ്ഞു. ഇവിടെ PAD എന്ന് എഴുതിയിട്ട് ഈ ത്രികോണത്തിന്റെ പേര് PBC എന്ന് എഴുതരുതേ. കാര്യം P കഴിഞ്ഞ് A എഴുതിയപ്പോൾ P കഴിഞ്ഞ് ഇതിന് തുല്യമായിട്ടുള്ള ആംഗിൾ തന്നെ വരത്തക്ക വിധത്തിൽ എഴുതും. PAB എഴുതിയ PCB തന്നെ എഴുതണം. അങ്ങനെ എഴുതിയാൽ നമുക്ക് PA by PC is equal to എന്താ? PD by PB എന്ന് എഴുതാം. ഇനി ഇതാണ് എന്താ പറഞ്ഞത്? ഇനി റീസൺ എന്താ എഴുതുക? കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ ഇൻ പ്രൊപ്പോർഷൻ.
സദൃശ ത്രികോണത്തിലെ സമാന ഭാഗങ്ങൾ ആനുപാതികമാണ്. ഇനി നമുക്കൊന്ന് ക്രോസ് മൾട്ടി, അതാണ് ഇവിടെ എഴുതേണ്ട കേട്ടോ. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. കേട്ടോ, ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പ്രൂവ് ചെയ്തു. പിടിയിട്ടല്ലോ. സർക്കിൾസ് ഫോക്കസ് ഏരിയയുടെ അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം വെൻ എ ബി ഇസ് എ ഡയമീറ്റർ ആൻഡ് സി ഡി ഇസ് എ കോഡ് പെർപെൻഡിക്കുലർ ടു എ ബി. എ ബി എന്ന് പറയുന്നത് ഒരു വ്യാസവും സി ഡി എന്നത് അതിന് ലംബമായിട്ടുള്ള ഒരു ഞാണും ആയാൽ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് തെളിയിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയറിൽ ഈ പറഞ്ഞ ഫിഗർ നമ്മൾ വരച്ചുണ്ടാക്കണം. എന്തൊക്കെയുണ്ട്? എ സർക്കിൾ, എ ഡയമീറ്റർ എ ബി, then a chord perpendicular to AB. ABക്ക് ലംബമായിട്ടുള്ള ഒരു ഞാൻ സി ഡിയും വരച്ചുണ്ടാക്കുക. പി എന്ന പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ തൊട്ടു മുൻപ് ചെയ്ത പ്രൂഫ് കംപ്ലീറ്റ് അതുപോലെ തന്നെ പഠിച്ചെഴുതണം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തായിരുന്നു അല്ലെ? ഇങ്ങനെ ജോയിൻ ചെയ്ത് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ എന്ന് പ്രൂവ് ചെയ്തു. എന്നിട്ട് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് എന്തുവരെ എത്തി? പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി വരെ എത്തിയല്ലോ. അത് മുഴുവൻ അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ. കഴിഞ്ഞ പ്രോബ്ലം ഇത് നമ്മൾ ചെയ്തത് അത് കാര്യം തന്നെ. ഇത് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾസ് സിമിലർ എന്ന് പറഞ്ഞ് ഇത് പ്രൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? ഇത് O എന്ന് പറയുന്നത് സെന്റർ ആണ്, സർക്കിളിന്റെ സെന്റർ. O ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. വൃത്ത കേന്ദ്രമാണ് O. ഓയിൽ നിന്ന് ഈ സി ഡി എന്ന ഞാണിലേക്ക് വരച്ചിരിക്കുന്ന ലംബമല്ലേ ഒ പി? ഓയിൽ നിന്ന് സി ഡി എന്ന ഞാണിലേക്ക് വരച്ചിരിക്കുന്ന ലംബമല്ലേ ഒ പി? കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ് എന്താ? സി ഡി ഇസ് എ കോഡ് പെർപെൻഡിക്കുലർ ടു എ ബി എന്ന്. എ ബിക്ക് ലംബമായിട്ടുള്ള ഒരു ഞാണാണ് സി ഡി എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒ പി ഇസ് പെർപെൻഡിക്കുലർ ടു സി ഡി. ആ ചരിഞ്ഞ ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് തിരിച്ച് നമുക്കൊന്ന് വരച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. എന്താണ് ഈ സെന്റർ ഓയിൽ നിന്ന് സി ഡിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു. ഒ പി ദെൻ സി ഡി. ഓക്കെ അല്ലെ? അപ്പൊ ഇത് കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദ കോഡ്. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു. ഇത് ലംബമായതുകൊണ്ട് ഓയിൽ നിന്ന് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത് കൊണ്ട് എന്താ? പി സിയും പി ഡിയും ഈക്വൽ ആണ്. കണ്ടോ? പി സിയും പി ഡിയും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പറയാം പി സി ഇസ് ഈക്വൽ ടു പി ഡി. പി സി ഇസ് ഈക്വൽ ടു പി ഡി. റീസൺ ബ്രാക്കറ്റിൽ എഴുതണം. എന്ത്? വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് എഴുതണം കേട്ടോ. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദ കോഡ്. അതിവിടെ എഴുതി ചേർക്കാം. അതിന്റെ മീനിങ് എന്താണ്? ഈ O എന്ന വൃത്ത കേന്ദ്രം സി ഡി എന്ന ഞാൻ ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി, ദെൻ പി സി ഈസ് ഈക്വൽ ടു പി ഡി. ബൈസെക്സ് ദ കോഡ്. ബൈസെക്സ് ദ കോഡ് സി ഡി, ദെൻ ദ കോഡ് ബിക്കംസ് പി സി ഈസ് ഈക്വൽ ടു പി ഡി എന്നാവും. ഇനി നമുക്ക് ഇതിനകത്തെ ഈ പി സിയും പി ഡിയും ഈക്വൽ ആയതുകൊണ്ട് പി സി മാറ്റിയിട്ട് പി ഡി മാറ്റിയിട്ട് പി സി എന്ന് എഴുതാലോ. അപ്പൊ എന്തായി? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിക്ക് വരും എന്താ? പി സി. പി ഡി ഇൻറ്റു പി സി ഇൻറ്റു പി ഡിക്ക് വരും പി സി തന്നെ. കണ്ടോ? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? പി ഡിയും പി സിയും ഈക്വൽ ആണ്. പി ഡിയും പി സിയും ഈക്വൽ ആയതുകൊണ്ട് പി ഡി എന്നതിന് പകരം നമുക്ക് പി സി എന്ന് എഴുതാം. സോ പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി സി എന്താണ്? പി സി സ്ക്വയർ. സോ ദിസ് തിയറം ഓൾസോ പ്രൂവ്ഡ്. ആ തിയറവും നമ്മൾ പ്രൂവ് ചെയ്തു. എന്തായിരുന്നു? എ ബി എന്നത് ഒരു വൃത്തത്തിലെ വ്യാസവും സി ഡി എന്നത് ആ വ്യാസത്തിന് ലംബമായിട്ടുള്ള ഒരു ഞാണും ആയാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് തെളിയിക്കുക എന്നും, അതിനെ തുടർന്നുകൊണ്ട് ഒരു ചോദ്യം, ഇത് പി എ ഈക്വൽ ടു 9, പി ബി ഈക്വൽ ടു 4, ദെൻ ഫൈൻഡ് പി സി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 9 ഇൻറ്റു 4 ഈക്വൽ ടു പി സി സ്ക്വയർ
എത്രയാണ് 36 PC², therefore PC √36 6 എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഇതിനെ തുടർന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ പഠിച്ചു നിർത്തിയ PA × PB = PC² എന്ന ഐഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതാണത്? ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരത്തിന്റെ നിർമ്മിതി. ആ ഒരു നിർമ്മിതിയിൽ കൂടി തന്നെ നമുക്ക് അതിന് മുമ്പും പുറമുള്ള കാര്യങ്ങൾ നമുക്ക് അണ്ടർസ്റ്റുഡ് ആവും. അതിനു വേണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക, അത് ഫോക്കസ് ഏരിയയിൽ അത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും ഒഴിവാക്കിയില്ല എന്ന് നേരത്തെ പറഞ്ഞതിന് തുല്യമാണ്. ചോദ്യം ഇതാണ്: ഒരു റെക്ടാംഗിൾ തന്നിട്ട് അതിന് തുല്യ പരപ്പളവുള്ള സമചതുരം നിർമ്മിക്കുക. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 5 cm ആൻഡ് ബ്രെഡ്ത്ത് 3 cm. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദാറ്റ് റെക്ടാംഗിൾ. ഇങ്ങനെയാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ള ഐഡിയ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു റെക്ടാംഗിളും സ്ക്വയറും വരച്ചിരിക്കുകയാണ്. ഈ റെക്ടാംഗിളിന്റെ ഏരിയയും സ്ക്വയറിന്റെ ഏരിയയും ഈക്വൽ ആണെന്ന് സങ്കല്പിക്കാം. ഇതിന്റെ നീളം 9 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററും, ലെങ്ത് 9 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ. Then area of this rectangle is length into breadth. എന്താണ്? AB into BC. That is the area of this rectangle. അല്ലെ? ലെങ്ത് into breadth, നീളം into വീതി എത്ര വരും? 36 വരും. 9 into 4 36 ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ. ഇനി ഇതിന്റെയും ഇതിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര? 36 തന്നെ. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 36 ആണെങ്കിൽ അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കണം? 6 ആയിരിക്കണം അല്ലെ? 6 ആയിരിക്കണം. അപ്പോ ഈ സമചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാ കാണുക? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? PQ² അല്ലേ? വശം ഇൻറ്റു വശമല്ലേ? PQ × PQ അല്ലേ? 6 × 6 36 കണ്ടോ? അപ്പോ AB × BC PQ² ആണെങ്കിൽ നമുക്ക് PQവിന്റെ നീളം അറിയാമെങ്കിൽ ഈ സമചതുരം വരയ്ക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? AB × BC 36 എന്ന് കിട്ടി. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് വരയ്ക്കേണ്ട സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കിട്ടും. 36 ആയതുകൊണ്ട് 36ന്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം 6 എന്ന് കിട്ടി. 6 സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരയ്ക്കുക. ഇത് നമുക്ക് എളുപ്പമുള്ള കാര്യം. എന്ത്? AB × BC PQ² ആണ്. AB × BC PQ² ആണെങ്കിൽ PQ ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. AB × BCയുടെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ PQ കിട്ടും. ആ PQ ഒരു വശമാക്കിക്കൊണ്ട് ഒരു സമചതുരം വരച്ചാൽ മതി. പക്ഷെ എപ്പോഴും നമുക്ക് ഇതുപോലെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കുമോ? 8ഉം 4ഉം ആണെങ്കിലോ? 8 സെന്റിമീറ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ ആണെങ്കിലോ? ഇതിന്റെ ഏരിയ എത്ര വരും? 4 × 8 32 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വന്നു. ഇതിന്റെ 32 എന്ന് വന്നു. അപ്പോ ഇതിന്റെ 32ഉം ഇതിന്റെ ഏരിയ 32, ഇതിന്റെ ഏരിയ 32 ആകണമെങ്കിൽ സൈഡ് എത്രയായിരിക്കണം? സൈഡ് √32 ആയിരിക്കണം. √32 എങ്ങനെ കണ്ടെത്താം? അല്ലെങ്കിൽ ഇതിന്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വരുന്ന ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എങ്കിൽ അത് എങ്ങനെ വരയ്ക്കാം? അതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. ആ വര വരച്ചാൽ പിന്നെ അതിനെ ആ ഒരു വര കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്ക്വയർ ആക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. പിടികിട്ടിയല്ലോ? അപ്പൊ നമുക്ക് അതൊരു ചോദ്യം ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 32 സ്ക്വയർ സെന്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ വിത്ത് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. 32 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം വരയ്ക്കുക. ആ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നാൽ അത് വരയ്ക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഈ ചോദ്യം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 16 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലും, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 8 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മുടെ ചോദ്യത്തിന് തുല്യമാണ്. 32 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കുക എന്ന ചോദ്യത്തിന് സമമായി. മനസ്സിലായല്ലോ? ചോദ്യം അങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. എന്താണ്? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ട് അത് വരയ്ക്കാൻ പറഞ്ഞാലും നമ്മളൊരു റെക്ടാംഗിൾ വരയ്ക്കണം. അപ്പൊ ജസ്റ്റ് ഹിയർ ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് ഓൺലി ഗിവൺ. ചതുരത്തിന്റെ പരപ്പളവ് മാത്രം തന്നിരിക്കുന്നു 32 ചതുരശ്ര സെന്റിമീറ്റർ. എങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലല്ലേ നീളം ഇൻറ്റു വീതിയല്ലേ 32? ഏതൊക്കെയാ?
16x2 ആകാം, 32x1 ആകാം, അല്ലെങ്കിൽ 8x4 ആകാം. ഇതിൽ നമ്മളൊരു റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ടാകത്തക്ക വിധത്തിൽ വരയ്ക്കണമെങ്കിൽ ഏതെടുക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചിട്ട് അത് എഴുതുക. ഏതാണ്? 8 and 4. സോ 8x4 എന്ത് ചെയ്യുക? ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് APQD. ഞാനൊരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ, എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നാലെ മനസ്സിലാവും. വിത്ത് ലെങ്ത് 8 cm ആൻഡ് ബ്രെഡ്ത്ത് 4 cm. അപ്പൊ 8ഉം 4ഉം വശങ്ങളുള്ള ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. ഏരിയ 32 ആകത്തക്ക വിധത്തിൽ വരയ്ക്കാനും പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കാം. ഇനി ഇതിന്റെ പരപ്പളവ് എത്രയാണ്? 32 അല്ലേ? ആണല്ലോ. ഇതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞു ആ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്തായിരിക്കണം? √32 ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിന്റെ ഏരിയ 32 ആണ്. ഒരു സമചതുരത്തിന്റെ ഏരിയയും 32 തന്നെ വരണമെങ്കിൽ അതിന്റെ വശം എത്രയായിരിക്കണം? സൈഡ് എത്രയായിരിക്കണം? √32 ആയിരിക്കണം. അപ്പൊ നമ്മുടെ ചോദ്യം ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √32 എന്നായി നിൽക്കുകയാണ്. ഇപ്പോ √32 അതെങ്ങനെ വരയ്ക്കും? അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ആ √32 വരയ്ക്കാനായിട്ട് ഇതേ റെക്ടാങ്കിളിന്റെ ഈ മുകളിലേക്ക് നമ്മൾ നീട്ടിയിരിക്കുന്ന 4 സെന്റിമീറ്റർ ആണല്ലോ. ആ 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. വരയ്ക്കാലോ? ഈ 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരച്ചു. എന്നിട്ട് അതിന് ബി എന്ന ഒരു പേര് കൊടുത്തു. എന്താ ചെയ്ത്? PA 8 സെന്റിമീറ്റർ ആണ്. PQ എത്രയായിരുന്നു? 4 ആയിരുന്നു. ആ 4 തന്നെ നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചു. PB എന്ന പേര് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ AB-യുടെ നീളം എത്രയായി? AB-യുടെ നീളം 8 4 12 ആയി. അതിന്റെ മിഡ് പോയിന്റ് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള എളുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് 6 സെന്റിമീറ്റർ അതിന്റെ മിഡ് പോയിന്റ് 6 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എടുക്കാം. അല്ല എങ്കിൽ മിഡ് പോയിന്റ് എടുക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ബൈസെക്ട് വരച്ചാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യാം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എയിൽ കോമ്പസ് കുത്തി പകുതിയിലധികം റേഡിയസ് എടുത്ത് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെയും ഒരു ആർക്ക് വരയ്ക്കുക. ബിയിൽ കോമ്പസ് കുത്തി അതേ റേഡിയസില് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. എന്തിനു വേണ്ടിയാ? പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കാൻ വേണ്ടി. അപ്പോ അതും ഇതിൽ പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്നില്ല. ഇതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ട് വരച്ച് നമ്മൾ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? മിഡ് പോയിന്റ് കിട്ടും. ഏതിന്റെ മിഡ് പോയിന്റ്? AB-യുടെ മിഡ് പോയിന്റ് കിട്ടും. വേറെ ഒന്നുമില്ല, AB-യുടെ മിഡ് പോയിന്റ്. എന്തിനു വേണ്ടിയാ? ഈ AB-യുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതിൽ കോമ്പസ് കുത്തിക്കൊണ്ട് ഈ B വരെയുള്ള അകലം ഉണ്ടല്ലോ, അത് തന്നെയല്ലേ ഏത്? A വരെയുള്ള അകലം, മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ കോമ്പസ് കുത്തി ഒരു സെമി സർക്കിൾ വരയ്ക്കും. കണ്ടോ? ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരച്ചു. എങ്ങനെ വരച്ചു? എവിടെ കുത്തി? AB-യുടെ മിഡ് പോയിന്റിൽ കോമ്പസ് കുത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരച്ചു. കണ്ടോ? സെമി സർക്കിൾ വരച്ചു. B വരെയുള്ള ഒരു സെമി സർക്കിൾ വരച്ചു. ഇനി ചെയ്യേണ്ടത് ഈ P-യിൽ നിന്ന് മുകളിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടുമല്ലോ, അതിനെ C എന്ന് വിളിക്കാം. ആ പോയിന്റിനെ C എന്ന് വിളിക്കാം. മനസ്സിലായോ? ഈ പോയിന്റാണ് C. ഇപ്പോ ഈ PC-യുടെ നീളം എത്രയായിരിക്കും? അതാണ് നമ്മള് തൊട്ട് മുൻപ് പഠിച്ച പ്രോപ്പർട്ടി ഉണ്ടല്ലോ, തിയറം ഉണ്ടല്ലോ. PA × PB = PC² എന്ന് പഠിച്ചോ? അത് നമുക്കൊന്ന് എഴുതാലോ. PA × PB = PC². PA 8 ആണ്, PB 4 ആണ്, ഈസ് ഈക്വൽ ടു PC². 32 PC² ആണ്. എങ്കിൽ PC എത്ര? √32. കണ്ടോ? PC എത്ര? √32. കണ്ടോ? PC-യുടെ നീളം √32 എന്ന് കിട്ടി. PC √32 ആണെങ്കിൽ √32 അഥവാ PC വശമാക്കിക്കൊണ്ട് ഒരു സ്ക്വയർ വരച്ചാൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? √32 സൈഡ് വശമായിട്ടുള്ള ഒരു സ്ക്വയർ വരച്ചാൽ അതിന്റെ ഏരിയ √32 × √32 ദാറ്റ് ഈസ് ഈക്വൽ ടു 32 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? PC വശമായിട്ടുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. എങ്ങനെയാ സ്ക്വയർ വരയ്ക്കുക? ഇവിടെ ഓൾറെഡി ഇവിടെ PC തന്നിട്ടുണ്ട്. എത്രയെന്നാണ്? √32. ഇതേ നീളം തന്നെ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. കണ്ടോ? ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇതേ ലെങ്ത്
നമ്മുടെ സ്ക്വയർ വരയ്ക്കുന്ന മെത്തേഡാണ്. ഇതേ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ ലെങ്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ നിന്ന് ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആകത്തക്ക വിധമാണ് പോയിന്റ്സ് ഇപ്പൊ കിട്ടിയേക്കുന്നത് അല്ലേ? കണ്ടോ, ഇങ്ങനെ ജോയിൻ ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു. ഇപ്പോൾ ഒരു സ്ക്വയർ കിട്ടിയല്ലോ. പി, ഇതിന് വേറെ പേരാണ് PMNC. മനസ്സിലായല്ലോ? അതുകൊണ്ട് നമുക്ക് എഴുതാം ഏരിയ ഓഫ് സ്ക്വയർ PMNC, സമചതുരം PMNCയുടെ പരപ്പളവ് സമം ഏരിയ ഓഫ് റെക്ടാംഗിൾ APQD. APQD എന്ന് കിട്ടി. അപ്പൊ ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ സമചതുരമായി. അപ്പൊ പ്രോപ്പർട്ടി എന്തായിരുന്നു? PA × PB ഈക്വൽസ് PC സ്ക്വയർ. 8 × 4 സമം PC സ്ക്വയർ. 32 സമം PC സ്ക്വയർ. സോ PC √32. PCയുടെ നീളം √32. ആ √32 വെച്ച് ഒരു സമചതുരം വരച്ചപ്പോൾ അതിന്റെ ഏരിയ എത്രയായി? 32 ആയി. √32 വെച്ച് ഒരു സമചതുരം വരച്ചപ്പോൾ അതിന്റെ ഏരിയ 32. AP × PQ ആണ് ഈ ചതുരത്തിന്റെ പരപ്പളവ്. ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ ഈസ് 8 × 4. So 8 × 4 32. So area of rectangle is equal to area of square. പിടികിട്ടിയല്ലോ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. കാര്യം കൺസ്ട്രക്ഷൻ 2-3 ചോദിച്ചാലും ഇത് ഉറപ്പ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പ്. അതുകൊണ്ടാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഈ പോയിന്റ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 പോയിന്റുകളും കഴിഞ്ഞു. സർക്കിൾസിന്റെ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.